പാലക്കാട് യുവമോർച്ച DCC ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. യുവമോർച്ച പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇവരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പാലക്കാട് DCCയുടെ മുന്നിൽ നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ്. അരുൺ, വളരെ സമാധാനപരമായി നടന്ന ഒരു സമരമാണ്. പ്രശാന്ത് ശിവൻ അല്പസമയം മുമ്പാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. കോലം കത്തിച്ചതിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച പാലക്കാട് DCCക്ക് മുന്നിലേക്ക് കടുത്ത പ്രതിഷേധവുമായി എത്തിയത്. അരുൺ, എന്താണ് പിന്നീട് സംഭവിച്ചത് അവിടെ? യുവമോർച്ച പ്രവർത്തകർ സുൽത്താൻപേട്ട സിഗ്നലിന് സമീപത്തെ പ്രധാന റോഡ് ഉപരോധിക്കുകയായിരുന്നു. ഈ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ, റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നത്. ഏതായാലും ശക്തമായ പ്രതിഷേധമാണ് ഇതിപ്പോൾ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും പാലക്കാട് ഉണ്ടായിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കോലം, അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കോലം കത്തിക്കുന്നതും മറ്റു നടപടികളിലേക്കൊക്കെ കോൺഗ്രസ് കടന്നാൽ തങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്ന് മാത്രമല്ല 14 ജില്ലകളിലും DCC ആസ്ഥാനത്തേക്ക് ഉൾപ്പെടെ തങ്ങൾ പ്രതിഷേധ മാർച്ച് നടത്തി ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ കോലം കത്തിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് തങ്ങൾ കടക്കുമെന്നുള്ളതാണ് BJP പ്രവർത്തകർ നേരത്തെ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഏതായാലും ആ സ്ഥലത്ത് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കുന്നതോടെ വലിയ സംഘർഷ അവസ്ഥയാണ് ഉള്ളത്. യുവമോർച്ച പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു വാഹനത്തിന് മുന്നിൽ ഉൾപ്പെടെ ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നിൽക്കാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ വാഹനത്തിന് മുന്നിൽ ഉൾപ്പെടെ കയറി നിൽക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതേസമയം വലിയ രീതിയിലുള്ള കുന്നും തള്ളും സംഘർഷവും ഉണ്ടാകുന്ന സ്ഥിതിയുണ്ട്. അതേസമയം പോലീസ് ഈ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്യുന്നത്. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച എല്ലാവരെയും പോലീസ് അവിടെ നിന്ന് നീക്കം ചെയ്തോ? അവിടുത്തെ സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നോ അരുൺ? ഇപ്പോൾ മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ്. അതേസമയം തന്നെ തങ്ങൾ ഈ പ്രതിഷേധം തുടരും എന്നുള്ളത് തന്നെയാണ് യുവമോർച്ച BJP പ്രവർത്തകർ പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസ് ഇത്തരത്തിൽ തങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ നേരെ വന്നാൽ കൈയും കെട്ടി നോക്കിയിരിക്കില്ല എന്നുള്ള ശക്തമായ നിലപാടാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ വളരെ കൃത്യമാണ് യുവമോർച്ച നൽകുന്ന സന്ദേശം. അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.